NCP സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം വൈകും. കേരളത്തിലെ പ്രധാന നേതാക്കളുമായി ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. കേരള ഘടകത്തിന്റെ വികാരം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര അവാദ് പറഞ്ഞു. So I have heard everybody in person and given them the liberty to say whatever they want, which will be kept confidential. A decision will not be taken now, to be very clear. I have come as an observer, as the messenger of Mr. Sharad Pawar ji. I have observed, I have heard them all, and now I will tomorrow in the morning go back to him and tell him whatever I have heard from all office bearers, 38 office bearers or 38 position holders, and then it is for him to take a call in consultation with all the top leaders of the party in Kerala. ശരി, വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ്. നിതിൻ, ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുക, പക്ഷേ ആ പ്രഖ്യാപനം വൈകുമെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ എന്തായാലും നേതാക്കളുടെ വികാരമൊക്കെ അത് മനസ്സിലാക്കി. ഇനി ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ എത്രത്തോളം ഒരു കാലതാമസം ഉണ്ടാകും അതിന്? അധികം കാലതാമസമില്ലാതെ 2 ദിവസത്തിനകം NCPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. ഇന്നിപ്പോൾ അതിൽ തീരുമാനമായിട്ടുണ്ട്. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് വരുമെന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പ്രഖ്യാപനം എന്തായാലും നാളെയോ മറ്റന്നാളോ ഉണ്ടാകും. ദേശീയ ഘടകത്തിന്റെ കേരള ഘടകത്തിന്റെ വികാരം അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് ഇപ്പോൾ നിരീക്ഷകരുടെ തീരുമാനം. എല്ലാ നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ സംസാരിച്ചു. പ്രധാന നേതാക്കളെ അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ ശ്രദ്ധയിൽ സംസ്ഥാനത്തെ പുതിയ NCP അധ്യക്ഷൻ ആരാകണം എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം സ്വീകരിക്കാൻ പോകുന്നത്. എന്തായാലും നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു, 14 ജില്ലാ പ്രസിഡന്റുമാരും തോമസ് കെ തോമസിനെ അനുകൂലിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മറിച്ചൊരു തീരുമാനം എന്തായാലും ഇനി ഉണ്ടാകില്ല. തോമസ് കെ തോമസിന്റെ ആകും NCPയുടെ സംസ്ഥാന പ്രസിഡന്റ്. പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ഉണ്ടാകും.